യു എയിൽ മോട്ടോർ സൈക്കിൾ ലൈസൻസ് എങ്ങനെ എടുക്കാം? മോട്ടോർ സൈക്കിൾ ലൈസൻസ് എടുത്താൽ തന്നെ ഇവിടെ റൈഡ് ചെയ്യുന്നത് സേഫ് ആണോ? സേഫ് ആണെങ്കിൽ തന്നെ ഏത് ബൈക്ക് വാങ്ങിക്കും? ഈ 3 ക്വസ്റ്റ്യൻസിനുള്ള ആൻസറുമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. ഹായ് ഗൈസ്, ഐ എം നിതിൻ വിനോദ്. വെൽക്കം ടു ഡ്രിവൺ വ്ലോഗ്. സോ എൻ്റെ യു എ ബൈക്ക് സ്റ്റോറി തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഒരു ദിവസം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അജയ് അവൻ വിളിച്ചിട്ട് പറഞ്ഞു അവനൊരു ബൈക്ക് എടുക്കാൻ പോകണം. അവന് ലൈസൻസ് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അവനൊരു ബൈക്ക് എടുക്കാൻ പോകണം. റാസൽ കെയ്മയിലൊരു CBR 600RR ടെസ്റ്റ് റൈഡ് ചെയ്യാൻ കൂടെ വരുമെന്ന് ചോദിച്ചു. ആക്ച്വലി അവൻ ഒരു NRI കിഡാണ്. അവന് നാട്ടിൽ ബൈക്ക് ഓടിച്ചിട്ടില്ല. ഇവിടെയാണ് അവൻ ആദ്യമായിട്ട് ബൈക്ക് ഓടിച്ച് ലൈസൻസ് എടുത്തതും. അപ്പോൾ നമുക്ക് നാട്ടിൽ ബൈക്ക് ഓടിച്ച് കുറേ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ കൂടെ പോയി ടെസ്റ്റ് റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 600RR 2008 മോഡൽ വണ്ടി ഞാൻ ഓടിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ തന്നെ ഞാനും വിചാരിച്ചു എനിക്കും വേണം ഒരു ബൈക്ക്. അങ്ങനെ ഞാൻ മാർക്കറ്റ് പ്ലേസിൽ തപ്പി ഒരു 600 F4 കിട്ടി. അപ്പോൾ തന്നെ മെസ്സേജ് അയച്ചു. മലയാളിയായിരുന്നു പുള്ളി അത്യാവശ്യം ഡിസ്കൗണ്ട് വന്നു. ലൈസൻസ് എടുത്തിട്ടില്ല കേട്ടോ. പക്ഷേ ഞാൻ ആ ബൈക്ക് അങ്ങോട്ട് വാങ്ങി. ബൈക്ക് വാങ്ങി ആദ്യം വർക്ക്ഷോപ്പിൽ കൊണ്ടുവച്ച് കുറച്ച് പണിയൊക്കെ ചെയ്ത് എല്ലാം സെറ്റാക്കി. അതിനൊരു 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ ലൈസൻസ് എടുത്തത്. അപ്പോൾ ലൈസൻസ് എടുക്കാനുള്ള ചിലവ് എന്താണെന്ന് വെച്ചാൽ അന്ന് എനിക്ക് ഓൾമോസ്റ്റ് ഒരു 3500 ദിർഹംസോളമായി ലൈസൻസിന്. ഇതൊരു 3 ഇയർ മുമ്പത്തെ കാര്യമാണ്. ലൈസൻസ് എടുക്കുന്നത് എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ അത്ര എളുപ്പമല്ല. എനിക്ക് എളുപ്പമായിരുന്നില്ല. അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്ക് യാർഡ് ടെസ്റ്റ് ഭയങ്കര പാടായിരുന്നു. റോഡ് ടെസ്റ്റ് ഞാൻ ഫസ്റ്റിൽ തന്നെ പാസ്സായി. യാർഡ് ടെസ്റ്റ് ഞാൻ സെക്കൻഡിലോ തേർഡിലാണ് കിട്ടിയത്. സോ ദുബായ് മോട്ടോർ സൈക്കിൾ ലൈസൻസ് 3 മെയിൻ ടെസ്റ്റുകളുണ്ട്. ഒരു തിയറി ക്ലാസ്, തിയറി ടെസ്റ്റ്, പിന്നെ ഒരു യാർഡ് ക്ലാസ്, യാർഡ് ടെസ്റ്റ്, പിന്നെ റോഡ് ക്ലാസ്സും റോഡ് ടെസ്റ്റും. അതാണ് ഫൈനൽ ടെസ്റ്റ്. ബൈക്ക് ലൈസൻസ് എടുക്കാൻ എത്ര രൂപ ചിലവായി? ബൈക്ക് ലൈസൻസ് എടുക്കാൻ എത്ര രൂപ ചിലവായി? 2000-3000 മതി. ഹായ്, ഇതെൻ്റെ യൂട്യൂബ് ചാനലാണ്. ഹായ് ഗൈസ്, ദിസ് ഇസ് ജിനൻ CD. നമസ്കാരം. അപ്പോൾ 2000 എനിക്ക് അത്ര തന്നെ ആയുള്ളൂ. ഓക്കെ. ഫസ്റ്റ് സ്റ്റെപ്പ് ഐ ടെസ്റ്റ്. RTI അപ്രൂവ്ഡ് ഒപ്റ്റിക്കൽ സെൻറ്റേഴ്സിൽ പോയിട്ട് ഐ ടെസ്റ്റ് എടുക്കണം. അതിനുശേഷം ട്രാഫിക് ഫയൽ ഓപ്പൺ ചെയ്യണം. എക്സിസ്റ്റിംഗ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ആ ട്രാഫിക് ഫയലിൽ മോട്ടോർ സൈക്കിൾ കാറ്റഗറി ആഡ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് തിയറി ടെസ്റ്റിന് മുമ്പ് ഓൺലൈനായിട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. തിയറി ടെസ്റ്റ് RTIയുടെ തിയറി ടെസ്റ്റാണ്. അത് പാസ്സായ പിന്നെ യാർഡ് ടെസ്റ്റിന് മുമ്പ് യാർഡ് ക്ലാസ്സസ് എടുക്കണം. ഓൾമോസ്റ്റ് ഒരു 5 എക്സസൈസസ് ഉണ്ട്. നാട്ടിലെ പോലെ 8 എടുക്കലല്ല. എമർജൻസി ബ്രേക്കിംഗ്, റാപ്പിഡ് റെസ്പോൺസ്, ലെഫ്റ്റ് കർവ്, റൈറ്റ് കർവ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് യാർഡ് ടെസ്റ്റ് കഴിഞ്ഞാലാണ് റോഡ് ടെസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ റോട്ടിൽ കൂടെ ബൈക്ക് ഓടിക്കും. പിന്നാലെ RTIയുടെ ഓഫീസേഴ്സ് വരുന്നുണ്ടാവും. അവർ നോക്കും നമ്മുടെ റൈഡിങ് എങ്ങനെയുണ്ടെന്ന്. ഓക്കെ ആണെങ്കിൽ അവർ പാസ്സാക്കും. സോ ഇങ്ങനെയാണ് മോട്ടോർ സൈക്കിൾ റൈഡിങ് ടെസ്റ്റിൻ്റെ പ്രോസസ്സ്. യു എയിൽ ബൈക്ക് റൈഡിങ് സേഫ് ആണോ? ഡേഞ്ചറസ് അല്ലേ? റിസ്ക് അല്ലേ? ഞാനും ആദ്യം ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ബൈക്ക് ഓടിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായേ, ഇവിടെ നാട്ടിലെക്കാട്ടും സേഫാണ്. അതിനുള്ള പ്രധാനമായ ഒരു കാരണം, ഇവിടെ വട്ടം ചാടാൻ പട്ടിയോ പൂച്ചയോ പശുവോ ഇൻഡിക്കേറ്റർ ഇടാണ്ട് തിരിക്കണ ഓട്ടോക്കാരോ അതോ നല്ല പെടച്ചു വരുന്ന ബസ്സുകാരോ ഏറ്റവും കൂട്ടിമുട്ടിക്കുന്ന ടീംസ് ഒന്നുമില്ല ഇവിടെ. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെയധികം സേഫാണ് നാട്ടിലെ കമ്പയർ ചെയ്യുമ്പോൾ. റിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ റിസ്ക് ഉണ്ട്. ഓഫ് കോഴ്സ് ഇവിടുത്തെ റോഡ്സ് മിക്കതും 100, 120 അങ്ങനെയൊക്കെയാണ് സ്പീഡ് ലിമിറ്റ്സ്. അപ്പോൾ ഒരു കാറിൽ പോണ പ്രൊട്ടക്ഷൻ എന്തായാലും ബൈക്കിൽ കിട്ടില്ല. പിന്നെ ഇവിടെയുള്ള ബാക്കിയുള്ള റോഡ് യൂസേഴ്സ്, അതായത് കാറ്, SUV, അവരൊക്കെ കുറച്ചും കൂടി അവെയറാണ് ഇപ്പോൾ അബൌട്ട് ബൈക്സ്. കാരണം ഇവിടെ കുറേ ഡെലിവറി ബൈക്സ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരാളും വെറുതെ ഇൻഡിക്കേറ്റർ ഇടാണ്ട് റൈറ്റിക്ക് അല്ലെങ്കിൽ ലൈൻ ചേഞ്ച് ഒന്നും ചെയ്യില്ല. അവർ ഷോൾഡർ ചെക്ക് ചെയ്ത് വണ്ടിയില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് മിക്കവരും ലൈൻ ചേഞ്ച് വരെ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ യു എയിൽ ബൈക്ക് റൈഡിങ് സേഫാണ് ഇഫ് യു റൈഡ് റെസ്പോൺസിബിളി. യെസ്, ബട്ട് യു ഹാവ് ടു വെയർ പ്രോപ്പർ ഗിയർ, ഹെൽമെറ്റ്, ജാക്കറ്റ്, റൈഡിങ് ഗ്ലൗസ്, പിന്നെ ഫോളോ ദ ട്രാഫിക് റൂൾസ്. ഓക്കെ, ഇനി ഏത് ബൈക്ക് വാങ്ങണം? ഞാൻ ഇനി കുറച്ച് സിനാരിയോസ് പറയാം. എന്നിട്ട് അതിനനുസരിച്ചുള്ള ബൈക്കുകളും കാണിച്ചു തരാം. ഓക്കെ, നിങ്ങളൊരു ബിഗിനറാണ്. നിങ്ങൾക്ക് റൈഡിങ് എക്സ്പീരിയൻസ് തീരെ ഇല്ല. ഇപ്പോൾ യു എയിൽ ലൈസൻസ് എടുത്തു ബൈക്ക് എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ബൈക്കുകൾ 400 to 500 cc ബൈക്കുകളാണ്. ട്രയംഫിലാണെങ്കിൽ സ്പീഡ് 400, സ്ക്രാംബ്ലർ 400, ഇത് രണ്ടും നല്ല ഓപ്ഷനാണ്. കവാസാക്കിയിലാണെങ്കിൽ KLE 500-ഉം നിഞ്ച 500-ഉം. ഇതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ബൈക്കുകൾ. ഞാൻ കവാസാക്കിയിലും ട്രയംഫിലും വർക്ക് ചെയ്യണോണ്ട് മാത്രം സജസ്റ്റ് ചെയ്യുന്നതല്ല. UAE മാർക്കറ്റിൽ ബിഗിനേഴ്സിന് ഏറ്റവും ബെസ്റ്റ് ബൈക്ക് ഇത് രണ്ടും തന്നെയാണ്.
ഇനി നിങ്ങൾക്ക് സൂപ്പർ സ്പോർട്ട് ബൈക്കുകളോടാണ് താല്പര്യമെങ്കിൽ അത് തന്നെ എടുക്കണം മിസ്റ്റർ, അല്ലെങ്കിൽ മിസ്സസ്, അല്ലെങ്കിൽ മിസ്. ബിക്കോസ് നമ്മൾ എന്തായാലും പൈസ ഇറക്കുകയാണ്. അപ്പോൾ പിന്നെ ഒരു 2-3 വർഷം യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബൈക്കിനെ എടുക്കണം. 600cc ബൈക്സ് ആണെങ്കിൽ ഐ പ്രോമിസ് അത് ഒരിക്കലും ബോറടിക്കില്ല. പക്ഷേ ഒരു 1000cc ബൈക്കാണെങ്കിൽ ചിലപ്പോൾ ബോറടിക്കാം, 400cc ബൈക്കാണെങ്കിൽ ബോറടിക്കാം. ഈ 600cc എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഡേയിലാണ്. ഭയങ്കര പവറും ഇല്ല, എന്നാൽ ഭയങ്കര പവർ കുറവും ഇല്ല. വണ്ടി നമുക്ക് നല്ല രീതിയിൽ പുഷ് ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റും. 600cc ബൈക്സിൽ എൻ്റെ ഫേവറേറ്റ് സജഷൻസ് CBR 600RR ആൻഡ് നിഞ്ച ZX6R. പിന്നെ ഒരു സാധനമുണ്ട്, ട്രൈഡൻ 660. ഭയങ്കര അണ്ടർ റേറ്റഡ് ബൈക്കാണ്, പക്ഷേ അടിപൊളി സാധനമാണ്. ട്രൈഡൻ 660യുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇൻലൈൻ 3 എഞ്ചിനാണ്, ഇൻലൈൻ 4 അല്ല, ഇൻലൈൻ 3 ആണ്. ഇറ്റ് കംസ് വിത്ത് ട്രാക്ഷൻ കൺട്രോൾ, ക്വിക്ക് ഷിഫ്റ്റർ, ABS, പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി. ഓൾ റൗണ്ടർ ബൈക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ബ്രില്യന്റ്, താൻ ആള് കൊള്ളാമല്ലോ, ഒരു സർവ്വവിജ്ഞാനകോശം തന്നെ. അപ്പോൾ ആരെങ്കിലും ബൈക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡു ചെക്ക് ഔട്ട് ട്രൈഡൻ 660. അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം ചെക്ക് ചെയ്താൽ മതി. പിന്നെ മെയിൻ കാര്യം, ഏത് ബൈക്ക് എടുക്കുകയാണെങ്കിലും ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബൈക്കുകളുടെ ലിസ്റ്റ് ഇടുക, എല്ലാ ഷോറൂമിൽ പോയിട്ട് എല്ലാം ടെസ്റ്റ് റൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ബൈക്കാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ എന്ന്. ഇനി ലോങ് ടൂറിങ്ങും ഓഫ് റോഡ് ട്രെയിൽസും ഡെസേർട്ടും അങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിൽ അഡ്വഞ്ചർ ബൈക്സ് അടിപൊളിയാണ്. അഡ്വഞ്ചർ ബൈക്സിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ബൈക്കുകൾ ഹോണ്ട ആഫ്രിക്ക ട്വിൻ, ട്രയംഫ് ടൈഗർ സീരീസ്, മോട്ടോമോർണി ഓൾട്രൈക്ക്, എക്സ്കേപ്പ് 1200, എക്സ്കേപ്പ് 700, പിന്നെ കവാസാക്കിയിലാണെങ്കിൽ KLE 500, KLR 650. അപ്പോൾ മാർക്കറ്റിൽ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. അപ്പോൾ ക്യാമ്പിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ അഡ്വഞ്ചർ ബൈക്സ് കൊണ്ടുപോകാം. അപ്പോൾ അത് വേറൊരു മൂഡാണ്. പല കാറ്റഗറീസിലും പല സെഗ്മെൻറ്റിലുള്ള ബൈക്കുകൾ മാർക്കറ്റിലുണ്ട്. ഓണസ്റ്റ്ലി പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ബൈക്കുകളൊന്നും നിങ്ങൾ എടുക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ബൈക്ക്, നിങ്ങളുടെ റൈഡിങ് സ്റ്റൈലിന് സ്യൂട്ട് ചെയ്യുന്ന ബൈക്ക്, നിങ്ങളുടെ പർപ്പസിന് മാച്ച് ആവുന്ന ബൈക്ക്, അത് ടെസ്റ്റ് റൈഡ് ചെയ്ത് കൺഫേം ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. റൈഡ് സേഫ്, റൈഡ് ഫാസ്റ്റ്. അടുത്ത വീഡിയോ ഞാൻ എൻ്റെ പ്രാഡോയിൽ ഇന്ന് വരെ ചെയ്തേക്കണ അപ്ഗ്രേഡ്സിൻ്റെ കോസ്റ്റ് ബ്രേക്ക് ഡൗൺ ആണ്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. Bye bye.